ഹായ് ഫ്രണ്ട്സ്, മല്ലു വൈബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിനീഷ്. ഈ നോക്കി ഞാൻ വിളിക്കുന്നത് മൈ വൈഫ്, എൻ്റെ ഭാര്യ ഹരിത. കാശിയേ, ഞങ്ങളുടെ മോൻ കാശിക്കുട്ട് പാല് കുടിച്ചിട്ട് ഇപ്പം അടി ഉണ്ടായിരുന്നു. ഇത്ര നേരം അടിയായിരുന്നു അമ്മയും മോനുമായിട്ട്. ഇപ്പം പാല് കുടിച്ചിട്ട് കഴുകാൻ പോവാണ്. ഇന്ന് ഞാൻ എപ്പോഴും ഞാൻ ചെയ്യുന്ന വീഡിയോ ഫാമിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം വൈഫ് എന്തോ കുക്ക് ചെയ്യാൻ പോകുന്നു, സ്നാക്സ് ആയിട്ട് എന്തോ. അപ്പോൾ അത് നിങ്ങളെ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നൊരു വ്ളോഗാണ്. നമുക്ക് അത് ഉടനെ കാണാം. പ്രിപ്പയർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, തുടങ്ങിയില്ല, അപ്പോൾ തുടങ്ങും. കാച്ചി വാ, ഹായ് പറ. ഹായ്, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. ചെയ്യണേന്ന് പറ. പറടാ, ഇല്ലെന്നാ ഇങ്ങനെ പറയല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ. തുടങ്ങിയേ ഗൈസ്, മുട്ട പുഴുകാൻ പോലും അറിഞ്ഞൂടാ. കുക്ക് ചെയ്യാൻ പോവാ. എന്തു അടിയത്. ഞാൻ ഇപ്പൊ വ്ളോഗ് ക്ലോസ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇതാണ് ഞങ്ങൾ ഇന്നത്തെ പോണേച്ച് പുഴുങ്ങി വെച്ച മുട്ടയുടെ അവസ്ഥ. ഇത് ഇവിടെ ഒഴുകിയോടെ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ആഫ്രിക്കയിലാണ് ഉള്ളത്. അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ വ്ളോഗ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ കെന്നിയിൽ. പരാജയമാണ്. വ്ളോഗ് ക്ലോസ് ചെയ്യാം. ഇപ്പം സ്വാമി ചെയ്യുന്നില്ലേ പാചകം? തുറക്കടി. ഹലോ ഗൈസ്, ആദ്യം പുഴുങ്ങാൻ വെച്ച മുട്ട പരാജയപ്പെട്ട്. നമുക്ക് പുഴുകാൻ പോലും അറിഞ്ഞൂടാ മുട്ട പുഴുകാൻ. ഇപ്പം ഞങ്ങൾ രണ്ടാമത് മുട്ട പുഴുകാൻ വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ മുട്ട റെഡിയായതിനു ശേഷം വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഞങ്ങൾ ആഫ്രിക്കയിലാണ് ഉള്ളത്, കെന്നിയിൽ താമസം. ഇപ്പം താമസം എന്ന് വെച്ചാൽ എൻ്റെ ജോലിയുടേതായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് ഫാമിലിയെ. പിന്നെ ഇതിപ്പോൾ സമയം നമ്മുടെ നാട്ടിലുമായിട്ട് 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇപ്പം നാട്ടിൽ ഇവിടെ സമയം ഏകദേശം 5:45. അപ്പോൾ 6:45 ഏകദേശം 8:15 കാണും നാട്ടിൽ. ഇതാണ് പുറത്തെ വ്യൂ. ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം കൂടെ. ഇവിടുത്തെ വീഡിയോസാണ് ഞാൻ ചെയ്യാറുള്ളത്, അകത്തെ ഫാമിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം. അതെല്ലാം എൻ്റെ ചെയ്ത പേജിൽ കിടപ്പുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം, നിങ്ങൾക്ക് കാണാം ഞാൻ ഫാമിൽ എങ്ങനെയാണ് അതിനകത്ത് ചെയ്യുന്ന പരിപാടികൾ. വലിയ ഷെഡുകളാണ്, ഏകദേശം 1,00,000
40,000 കോഴികൾക്ക് ഉള്ള കപ്പാസിറ്റി ഉള്ള 4 ഷെഡുകൾ. ഓരോ ഷെഡിലും 30,000 പ്ലസ് ഉണ്ട് കപ്പാസിറ്റി ഉള്ള കോഴികളുള്ള ഫാമുകളാണ്. ഞങ്ങൾ അങ്ങനെ വ്ളോഗ് അതായിട്ട് തുടങ്ങിയിട്ടുണ്ട് വ്ളോഗ്സൊക്കെ. പിന്നെ മൈക്ക് മേടിക്കണം. ഇവിടെ ഞാൻ കടത്തിരിക്കിട്ട് കിട്ടിയില്ല. ടൗണിൽ പോകുമ്പോൾ നോക്കണം. മഴക്കോളുണ്ട്. മേഘമെല്ലാം ഇരുണ്ടും മൂടി കിടക്കുന്നു. മഴ പെയ്യും. കാശി ബാടാ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പ്രിപ്പറേഷനോട് കിടക്കുവാണ്. എങ്ങനെയാ വെച്ചാൽ പറഞ്ഞോളൂ. എന്തുവാ ചെയ്യുന്നത്? അതെന്തുവാ സംഭവം? ബ്രെഡ് പറയേ. ബ്രെഡാ എനിക്ക് പറയാം. നീ ഫോടി. നീ എന്താ ബ്രൗൺ ആയിട്ടിരിക്കുന്ന അത് പൊടിച്ചതാണിത്. ഓക്കെ, എന്നിട്ട് ഇനി ബാക്കി മുട്ട എന്നിട്ട് കാശിയാണ് എന്നെ സഹായിക്കാൻ നിൽക്കുന്നത്. കാശി എന്നെ സഹായിക്കുകയും ചെയ്യും. ഈ ഭാഷ എന്താന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഹായ് ഫ്രണ്ട്സ്, സംഭവം റെഡി ആയിട്ടുണ്ട്. കണ്ടേ, കാണാം. ഇതാര് പിടിക്കും? ഗൈസ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. കാണാൻ വയ്യ, സൂപ്പറായിട്ടുണ്ട് ഗൈസ്. കണ്ടില്ല. കഴിക്കാം, നീ കഴി. സൂപ്പറാണോ? ഓക്കെ ഫ്രണ്ട്സ്, ഇനി കഴിച്ചിട്ട് പിന്നെ കാണാം. ബൈ. ശരി, ടാറ്റ പറ കാശിയേ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വെച്ച ആ സ്നാക്സ് നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. ചെറുതായിട്ട് കാണുമ്പോൾ എളുപ്പം തോന്നിയാൽ പോലും നല്ല വെച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് കാശി പറയുന്നത്? നിങ്ങൾ ഞങ്ങളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഇനിയും കുറേ വീഡിയോ ചെയ്യണം. എനിക്ക് ഫാമിലി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം. പിന്നെ അല്ലാതെ ഞാൻ വർക്ക് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതിപ്പോൾ വെച്ച ഫുഡ് റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഹലോ ഗൈസ്, ഇത് സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആദ്യം പൊരിച്ച 2 റെഡി ആയിട്ടുണ്ട്. അടുത്ത 2 വെയിറ്റിങ്ങിലാണ്. പിന്നെ ഒരെണ്ണം വീണ്ടും വെയിറ്റിങ്ങിലാണ്. ഇതിപ്പോൾ ഇതിൻ്റെ പേര് മുട്ടയും ബ്രെഡും കൂടെ ചേർത്ത് വെച്ച് പേരൊന്നും നിങ്ങൾ ഏകദേശം എങ്ങനെ വെച്ചാൽ ആർക്ക് വേണമെങ്കിലും എന്ത് പേരും വിളിക്കാം. എന്തൊരു ടയേർഡായ നീ? ഹായ് ഫ്രണ്ട്സ്, ആദ്യം പരാജയപ്പെട്ട പുഴുങ്ങിയ മുട്ടയ്ക്ക് ശേഷം എൻ്റെ ഭാര്യ വിട്ടുകൊടുക്കാതെ വീണ്ടും മുട്ട പുഴുങ്ങി. വാ, നിനക്ക് മുട്ട പുഴുങ്ങ അറിയാലോ. വീഡിയോ പോവാണേ. അങ്ങനെ മുട്ട 2ആയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യും.
ഇതൊക്കെ ഞാൻ കഴിവും. ഇതൊക്കെ ഞാൻ കഴിവും. പ്രത്യേകിച്ച് ചോദിക്കുന്നത് ഞാൻ തന്നെ എല്ലാം കഴി വെക്കുന്നത്. നുണയാണ് guys. നുണ. ആരും വിശ്വസിക്കരുത്. അതെ ഗൈസ്, ഇതൊരു നുള്ള് മുളക് പൊടി. നീ പറഞ്ഞു കിട്ടാൻ അങ്ങോട്ട്, നീ അല്ലേ പ്രിപ്പയർ ചെയ്യുന്ന. പറയൂ, കമോൺ സേ. പാചകം ചെയ്യുമ്പോൾ സംസാരിക്കുന്ന അതൊക്കെ ശരിയാവും, തമ്പുരാനറിയാം. പാളിപ്പോയാലും ായിരിക്കും ഗൈസ്. എൻ്റെ കുഞ്ഞ് ത്രില്ല് നിൽക്കുന്നുണ്ടാ? ഇപ്പം റെഡിയാ, ഇപ്പം റെഡിയാ. അവൻ ത്രില്ല് മാത്രമേ ഉള്ളൂ, തീറ്റയില്ല ഗൈസ്. ഞാൻ കൈയിട്ടാക്കല്ലേ. അല്ല, അത് അവർ ചെയ്തില്ല, നീ എന്ന് പറയാം, നമ്മളല്ലേ കഴിക്കുന്നത്. അതൊന്നും ഇടരുത് കൈയിട്ടാ. പിന്നെ ഇതെല്ലാം ലൈവ് ഫുള്ള് വിടുക. കൈയിട്ടാ എന്താ നീ അതിട്ടിട്ട് നീ മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ കയ്യിലിട്ടില്ലേ ചെയ്യുന്നത്? അതല്ല, ഞാൻ ഇങ്ങനെ പരത്തിയില്ലേ. അതിന് കുഴപ്പമൊന്നുമില്ല, പരത്തിന്ന് പറയാൻ. എല്ലാവരും അങ്ങനെ തന്നെ. ഇവർ നമ്മളെ കാണിക്കാത്തപ്പോൾ നമ്മളെ കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് അവർ മാറ്റിയിട്ട് കൈ കൊണ്ട് പരത്തും, എന്നിട്ട് പിന്നെ വീഡിയോ ഓൺ ചെയ്യും. ഇതെല്ലാം പൊക്കൊണ്ടിരിക്കല്ലേ. ഗൈസ്, പെപ്പർ പൗഡറാണ് അതിൻ്റെ പുറത്തിട്ടത്. അതായത് പുഴിയ മുട്ട നടുക്കുന്ന് കട്ട് ചെയ്ത് അതിൻ്റെ മേളിൽ മുളക് പൊടികളും പിന്നെ കുരുമുളക് പൊടിയും പിന്നെ ഇടാൻ പോണത് ഉപ്പ്. ഇത് കുളം നോക്കില്ല. അതിൻ്റെ കൂടെ കാശിക്കുട്ടിൻ്റെ പുസ്തകം. നമുക്ക് ബ്രെഡിന് വെള്ളത്തിൽ മുക്കാം. ഓ ഓക്കെ. കൈ കഴിയാണല്ലേ. ബ്രെഡ് മുട്ടയും കട്ടി വന്നാണ് ചെറുതായി പോയി. അടങ്ങാ തട്ടല്ലേ തട്ടല്ലേ. ഓ ഇതൊക്കെ കട്ട് ചെയ്യണ്ടേ? ഒന്നും കട്ട് ചെയ്യണ്ട, എങ്ങനെ കേട്ടാ നമ്മൾ അത് പറയിങ്ങോട്ട്. ബ്രെഡ് പൊടി, ബ്രെഡിൻ്റെ ഈ സൈഡിലെ പൊടി അതില്ലേ, അത് കട്ട് ചെയ്ത് പൊടിച്ചത്. ബ്രെഡിൻ്റെ ഇതൊന്നും പൊടിച്ചിട്ടില്ലേ? ബ്രെഡിൻ്റെ സൈഡിൽ കാണുന്ന ബ്രൗൺ സാധനം അത് മുറുക്കി സെപ്പറേറ്റ് വേണം. കണ്ടോ ഗൈസ്, ഇങ്ങനെ വെച്ചിട്ട് മാറി ചേച്ചി താഴെ ഇറക്കണോ? ഒന്ന് അടങ്ങിട്ടി പോറ ചേച്ചി. ഗൈസ്, ഇതും കട്ട് ചെയ്യട്ടാ. ഇനി ഒരെണ്ണം കൂടെ മാത്രം ബാക്കി. പള്ളിയോ ഗൈസ്?